ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. ബിരിയാണിക്ക് 100 രൂപ. ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു ഫ്രഷ് ടൈം അടിച്ചതായി ഏകദേശം 30 രൂപ. കുറച്ചൊരു ബീച്ചിൽ ലൈവ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ലൈവ് ഇടുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും അത് ഇതാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുഡ്. ബിരിയാണിക്കൊക്കെ 100 രൂപ ഉള്ളൂ കേട്ടോ. ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളി, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം കേട്ടോ. കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. 100 രൂപയ്ക്ക് എവിടെ ബിരിയാണി കിട്ടാനാണ്? അതും കൂടി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുക കാര്യം. കുറച്ച് നടക്കാമെന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് ബ്ലോഗ് എടുത്തിറങ്ങി. ഇതുകൂടി കണ്ടതിന് ശേഷം ബീച്ച് മൊത്തം എക്സ്പ്ലോർ ചെയ്തു. ട്രെയിൻ വരേണ്ട സമയം ഏകദേശം 3 മണിക്ക് ട്രെയിൻ എത്തുള്ളൂ. 1 മണിയാവുന്നു. ശരിക്കും ഫ്രീ ടൈം അടിച്ച് പൊളിക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പോട്ടാണ്. ശരിക്കും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊരു ബ്ലോഗ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മൾ എവിടെ പോയാലും ഷോർട്ട് ബ്ലോഗുകൾ, ഷോർട്ട് വീഡിയോസാണ് നമ്മൾ കൂടുതൽ. അതിനുള്ള മൂഡില്ല. അതാണ് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച പട്ടിക്കോട്ട് വഴികൾ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ വാട്ടർ മെട്രോ സ്റ്റേഷനുണ്ട്. വാട്ടർ മെട്രോയ്ക്ക് പോവാം. ബസ്സിന് പോകണമെങ്കിൽ ബസ്സിന് പോവാം. നമുക്ക് സമയമുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകില്ല. ഫോർട്ട് കൊച്ചി അല്ല കേട്ടോ, ഹൈക്കോർട്ടിൽ പോയി അവിടെ നിന്ന് ബസ് എടുക്കാനാണ് തീരുമാനം. എന്താ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് വരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ആണോ നോക്കാം. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പായിരിക്കും അടിപൊളിയായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് വീഡിയോ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് അവിടെ നിന്ന് വരുന്നു. ഒരു ഷിപ്പിനും കാണാനില്ല. നേരത്തെ 2 ഷിപ്പിനെ കണ്ടിരുന്നുണ്ട്. അതാ വരുന്നു. കോസ്റ്റ് ഗാർഡ് വരുന്നത് കണ്ടത്. 3 മണി വരെ സമയമുണ്ട്. അതുകൊണ്ട് ഏകദേശം 1:30 ഇറങ്ങിയാലും അങ്ങനെ ബിഫോർ കയറുന്നത്. ടിക്കറ്റ് എടുത്തത് ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ടെൻഷനില്ല. അതിന് ഫെയർ വന്നത് 213 രൂപയാണ് ഹംസഫറിന് ഫെയർ വന്നത്. നേരത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞില്ല. അതിൻ്റെ വീഡിയോസ് മിക്കവാറും ലൈവായിരിക്കും വരുന്നത്. ഹംസഫറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയേണ്ടത്. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഇതാ ഇങ്ങനെ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്നു. മറൈൻ കോസ്റ്റ് ഗാർഡ് അല്ലേ? അതല്ലേ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. അമ്പോ പൊളി, അത് പൊളി. ഷിപ്പ് ഹോൺ അടിക്കുന്നത് കേട്ടോ. ഇതാണ് ഷിപ്പിൻ്റെ ഹോൺ. ഇങ്ങനെയാണ് ഷിപ്പ് ഹോൺ അടിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? സെറ്റപ്പല്ലേ?
എനിക്കൊന്നും പറയാനില്ല. പൈസ വസൂൽ 40 രൂപ കൊടുത്താൽ എന്ത്. അതെനിക്ക് തോന്നുന്നേ അവിടെ എന്തോ അവിടെ ബോട്ട് ഒരു പെട്രോളിങ്ങിന് പോകുന്നതാണെന്ന് തോന്നുന്നു. സംഭവം അത് പൊളി അത് തന്നെയാണ് കേട്ടോ. അവര് വാണിംഗ് കൊടുക്കുന്നതാണല്ലോ. അവിടെ ബോട്ട് വരുന്നുണ്ട്. ഇത് ഫിഷിംഗ് ബോട്ടാണെന്ന് തോന്നുന്നത്. ആ കാണുന്നത് ഫിഷിംഗ് ബോട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവര് ഹോൺ അടിച്ചത്. ആരാണെന്നുള്ളത് അറിയാനായിരിക്കാം. ഷിപ്പ് എങ്ങനെയാണോ ഹോൺ അടിക്കുന്നത്, ഷിപ്പ് ഇങ്ങനെയാണോ അത് അവരെ കണ്ടു. അതുകൊണ്ട് എന്തോ സംശയം തോന്നിയിട്ടാണോ എന്നറിയില്ല അവരിങ്ങനെ പോകുന്നത്. എന്തായാലും അടിപൊളി.